നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് അച്ഛനായും അമ്മായിയച്ഛനായും ഞാൻ പറയുന്നതല്ല, നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ പറയുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മോളെ വിടല്ലേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്കിതൊന്നും വേണ്ടെന്ന്. എന്നിട്ടിപ്പ എന്തായി? മോളെ ഞാൻ പറയുന്നു. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. പോ, എന്റെ കൺമുന്നിന്ന് പോ. നിയന്ത്രണം വിട്ട് നിൽക്കാ ഞാൻ. എന്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക്. വലിയൊരു തിരിച്ചടിയായി പോയി മോളെ. സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞതും അവരൊരുമിച്ച് കഴിഞ്ഞതും അവള് ഗർഭിണിയായതൊന്നും നമ്മള് ഊഹിക്കാത്ത കാര്യങ്ങളാണല്ലോ. ഇവിടുന്ന് പോവാൻ ഞാൻ പറഞ്ഞു. ആരുടെ ഒരു ന്യായീകരണം എനിക്ക് കേക്കണ്ട. ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങി പോയിന്റ് മുന്നിൽ നിന്ന്. എനിക്ക് കാണണ്ട, ആരെയും കാണണ്ട. ഞാനും കൂടി ചേർന്നല്ലേ സന്ദീപിന്റെ ആതിരയുടെ വിവാഹം നടത്തിക്കൊടുത്തത്. പിന്നെ താനെന്തിനാ താൻ ഒറ്റയ്ക്കാണെന്ന് എല്ലാവരോടും പറയാൻ പോയത്? സച്ചേട്ടാ, ആതിര ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ സംഗതി വഷളായിപ്പോയി. അത് സന്ദീപ് ഏറ്റെടുക്കുകയും വിവാഹം കഴിഞ്ഞ കാര്യവും പറഞ്ഞപ്പോ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ ആയിരുന്നില്ല എല്ലാവരുടെയും പെരുമാറ്റം. പ്രത്യേകിച്ചും ഇവിടുത്തെ അച്ഛന്റെയും അവന്റെ എടുത്തിയുടെയും. പിന്നീട് ദേഷ്യം മുഴുവൻ എന്നോടായിരുന്നു. സച്ചേനും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ ദേഷ്യം സച്ചേനിലേക്ക് വന്നേനെ. എന്തായാലും ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യം. ഇനി ഇതൊന്ന് കെട്ടടങ്ങുന്നത് വരെ ഞാൻ പറയുന്നൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. അപ്പോ നമുക്ക് എന്തെങ്കിലും അച്ഛനോട് അവതരിപ്പിക്കണമെങ്കിൽ സച്ചേട്ടനിലൂടെ ആവാന്ന് കരുതിയാ ഞാൻ സച്ചേട്ടന്റെ പേര് പറയാത്തത്. വല്ലാത്തൊരു കുരുക്കാണല്ലോ സന്ദീപും ആതിരയും ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രേമവും വിവാഹവും ഒക്കെ ആണെന്ന് പറയുന്ന പോലാണോ ഇത്? ഇനി എന്ത് പറഞ്ഞ അച്ഛനെ സമാധാനിപ്പിക്ക, ഇവരുടെ കാര്യം സമ്മതിപ്പിക്കുന്നേ? അതറിഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സച്ചേട്ടാ. ആകെ സ്തംഭിച്ച അവസ്ഥയിലായി പോയി ഞാൻ. എത്ര കാലം നമ്മൾ ഇതൊക്കെ മൂടി വെക്കും? അതാ പിന്നെ ഞാൻ എന്തോ വരട്ടെന്ന് കരുതി ഉള്ള കാര്യം അങ്ങ് പറഞ്ഞത്. ചെറിയ പ്രശ്നം ഉണ്ടായാലും ഇന്നത്തോടെ എല്ലാം തീരുമല്ലോ എന്നും കരുതി
ഇത്രയ്ക്ക് വഴക്കാവുന്നു, കുടുംബ വഴക്കിലേക്ക് പോകുന്നു ഞാൻ കരുതിയതല്ല. എന്തൊക്കെയാ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. സന്ദീപ് എല്ലാം ഏറ്റു പറഞ്ഞിട്ടും ഇതിന് ഇങ്ങനൊരു അവസാനമാണല്ലോ ഉണ്ടായത്. ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവന്തിയെടുത്തിയാ ഇത്രയ്ക്കും കൊണ്ടെത്തിച്ചത്. അതിനിപ്പോ ഏട്ടത്തി കുറ്റം പറയാൻ പറ്റുമോ? രണ്ടാമത്തെ തവണയല്ലേ വിവാഹ ദിവസം തന്നെ അനയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാവുന്നത്. അതിന്റെ ടെൻഷനിലും വേവിലും പറഞ്ഞതാവും. ഒരു കാര്യം ഉറപ്പാ, ഇപ്പോഴൊന്നും അച്ഛനോട് ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എല്ലാം കണ്ടും കേട്ടും വല്ലാതെ തളർന്നു പോയി പാവം. തെറ്റ് ചെയ്തെന്ന് അച്ഛൻ വിശ്വസിക്കുന്ന സന്ദീപിനെ ആദരയേക്കാളും ദേഷ്യവും പിണക്കമൊക്കെ ഇതിന് കൂട്ടുനിന്ന തന്നോട് തന്നെയാവും. എന്നോടുള്ള ദേഷ്യത്തെക്കുറിച്ചോ പെരുമാറ്റത്തെക്കുറിച്ചോ ഞാൻ ഓർക്കുന്നതിനേക്കാൾ പിള്ളേരുടെ കാര്യത്തില് ഉടനെ ഒരു പരിഹാരം കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അത് അതേ രീതിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കി ഇതിനൊരു അവസാനം കാണണമെന്നാ എന്റെ അഭിപ്രായവും പ്രാർത്ഥനയും. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നേ ഞാൻ പറയൂ. ഇന്ന് സന്ദീപിന്റെ അനക്കയുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നോ? അതല്ലെങ്കിലും ഇത്രയും പ്രശ്നത്തിൽ നിൽക്കില്ല അർച്ചന. ഇതിന്റെ പുറകിലായി പല പല പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, തന്റെ വീട്ടിലും. ഫോൺ വന്നതും ഭീഷണിപ്പെടുത്തിയതുമെല്ലാം അവൻ ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് കാണാമായിരുന്നു. ഇതിപ്പോ എല്ലാവരുടെയും സമാധാനം കളഞ്ഞു, വെറുപ്പിക്കുകയും ചെയ്തു. അനഘയുടെ കാര്യ കഷ്ടം. ആ കുട്ടി ഇതൊക്കെ എങ്ങനെ താങ്ങുന്നു ആവോ? പിന്നെ താനെന്തായാലും ഇപ്പോ തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. ആതിരെ വിളിക്കുകയാണെങ്കിൽ താൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യരുത്. അച്ഛന്റെ സ്വഭാവ വ്യത്യാസങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. അവന്തികയെടുത്തിയോ അനഘയോ വന്ന് എന്തെങ്കിലും സംസാരിച്ചാലും താനൊന്നും മിണ്ടാൻ പോണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. പരസ്പരം സംസാരിച്ച് ഇനിയും വാശി തോന്നിയ പാടാവത്. അതുകൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് ആലോചിച്ച് ചെയ്താൽ മതി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വിവാഹം പ്രതീക്ഷിച്ച് മണ്ഡപത്തിലിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇനിയും അവരെന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.